പ്രിയമുള്ളവരെ, വചനജ്വാല 1560 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 8 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള 8ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജെറൂസലേമിന്റെ മേൽ വിധി. ദർശനത്തിന്റെ താഴ്വരയെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. ആഹ്ലാദിച്ചട്ടഹസിച്ച് ഇളകിമറിയുന്ന ജനമേ, നിങ്ങളെല്ലാവരും പുരമുകളിൽ കയറുന്നതെന്തിന്? നിങ്ങളുടെ മരിച്ചവർ വാളിനിരയായ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ല. നിങ്ങളുടെ അധിപന്മാർ എല്ലാവരും ഒന്നുപോലെ ഒളിച്ചോടിയിരിക്കുന്നു. വില്ലു കുലയ്ക്കാതെ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്നു. വിദൂരത്തേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങളിൽ കണ്ടവർ എല്ലാവരെയും അവർ തടവുകാരാക്കി. അതിനാൽ ഞാൻ പറഞ്ഞു, എന്നിൽ നിന്ന് കണ്ണെടുക്കുക. ഞാൻ കയ്പു നിറഞ്ഞ കണ്ണുനീർ ഒഴുക്കട്ടെ. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട. പരാജയത്തിൻ്റെയും പലായനത്തിൻ്റെയും സംഭ്രാന്തിയുടെയും ദിനമാണിത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അയക്കുന്ന ദിനം. ദർശനത്തിന്റെ താഴ്വരയിൽ കോട്ടകൾ തകർക്കപ്പെടുന്നു. സഹായത്തിന് വേണ്ടിയുള്ള നിലവിളി പർവ്വതത്തിൽ മുഴങ്ങുന്നു. ഏലാം ആവനാഴി അണിയുന്നു. രഥങ്ങളിൽ കുതിരകളെ പൂട്ടുന്നു. കീർ പരിച പുറത്തെടുക്കുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു. കുതിരപ്പടയാളികൾ കവാടങ്ങളിൽ നിലയുറപ്പിച്ചു. അവൻ യൂദയായുടെ ആവരണം എടുത്തു മാറ്റി. അന്ന് നീ കാനന മന്ദിരത്തിലെ ആയുധങ്ങളിലേക്ക് നോക്കി. ദാവീദിന്റെ നഗരത്തിൽ കോട്ടയിൽ ഏറെ പിളർപ്പ് കണ്ടു. താഴത്തെ കുളത്തിലെ ജലം നീ കെട്ടി നിർത്തി. നീ ജെറൂസലേമിലെ വീടുകൾ എണ്ണുകയും കോട്ടകൾ ഉറപ്പിക്കാൻ വീട് പൊളിക്കുകയും ചെയ്തു. പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി ഇരു മതിലുകൾക്കിടയിലായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു. എന്നാൽ ഇത് ചെയ്തവന്റെ നേരെ നീ തിരിയുകയോ പണ്ടു തന്നെ അത് ആസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല. അന്ന് സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാപവും ഉളവാക്കി. തലമുണ്ടനം ചെയ്യുന്നതിനും ചാക്കുടുക്കുന്നതിനും അവിടുന്ന് ഇടയാക്കി. എന്നാൽ അവിടെ ആഹ്ലാദത്തിമിർപ്പ്. കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകുടിയും. നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം, നാളെ നമ്മൾ ഭരിക്കും എന്ന് അവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നതുവരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുമസിനെ ഒരു ദിവസം കൂടി നാം അടുക്കുകയാണ്. നമ്മൾ ആത്മീയമായും ഒരുക്കങ്ങൾ തുടരുക. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ
അമലോത്ഭവം അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. സർപ്പത്തിന്റെ തല തകർത്തവളും നന്മ നിറഞ്ഞവളുമായ കന്യകാമറിയം ഉത്ഭവ പാപരഹിതയാണെന്നുള്ള വിശ്വാസ സത്യം സാവധാനത്തിലാണ് തിരുസഭയ്ക്ക് മനസ്സിലായത്. ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായ ഡൺസ്കോട്ട് പറയുന്നത് പോലെ ദൈവത്തിന് ആരെയും ഉത്ഭവ പാപത്തിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. അതിനാൽ ഉചിതമായവ ചെയ്യുന്ന ദൈവം മറിയത്തെ അമലോത്ഭവയായി തന്നെയാണ് സൃഷ്ടിച്ചത്. 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവ പാപത്തിന്റെ സകല മാലിന്യത്തിൽ നിന്നും സംരക്ഷിച്ചു എന്നത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. 1858 മാർച്ച് 25 ലൂർദിൽ വിശുദ്ധ ബെർണർഡീത്തായ്ക്ക് പ്രത്യേകം പ്രത്യക്ഷപ്പെട്ട് മാതാവ് പറഞ്ഞതും ഞാൻ അമലോത്ഭവയാണ് എന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങയിൽ അഭയം തേടുന്ന പാപികളായ ഞങ്ങൾക്കു വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പ്രിയരെ, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.